PSC ഡയറിയിലേക്ക് സ്വാഗതം. അടുത്ത ഘട്ടം LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ് ആണ് ഇന്നത്തേത്. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കാണാൻ PSC ബുള്ളറ്റിൻ CA 2024 എന്ന പ്ലേലിസ്റ്റ് കാണുക. നമ്മൾ ആദ്യം പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഇത് 2023 ലേറ്റസ്റ്റ് പുരസ്കാരം കിട്ടിയത് ആർക്കെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് SK വസന്തനാണ്. 2023 ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് SK വസന്തനാണ്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് 2018 M മുകുന്ദനാണ് കിട്ടിയതെന്ന് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും 2018 M മുകുന്ദനാണ് കിട്ടിയതെന്ന് പഠിച്ചു വെച്ചു. ഇനി 2017 അത് K സച്ചിദാനന്ദനാണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും. 2019 അത് P സച്ചിദാനന്ദനുമാണ്. അപ്പം ഞാനിത് ഓർത്തിരിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ M മുകുന്ദൻ്റെ M മുകുന്ദന് തൊട്ട് മുമ്പും M മുകുന്ദന് ശേഷവും സച്ചിദാനന്ദൻ എന്ന് പറയുന്ന പേരുകാരനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് M മുകുന്ദന് മുൻപ് 2017 അത് K സച്ചിദാനന്ദനും 2018 അത് P സച്ചിദാനന്ദനും എന്ന് ഓർത്തിരിക്കും. അപ്പോൾ എനിക്ക് ഈ 3 വർഷത്തെ സിമ്പിളായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റും. അങ്ങനെ 2018 ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു M മുകുന്ദൻ. അപ്പം ഞാനത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 2018 M മുകുന്ദന് മുമ്പ് K സച്ചിദാനന്ദൻ, M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദൻ. ഇനിയാണ് ബാക്കി ഓർത്തിരിക്കാനാണ് വളരെ എളുപ്പം. കാരണം ഈ പ എന്ന് പറയുന്ന ഒരു അക്ഷരം കൊണ്ടാണ് ബാക്കി അങ്ങോട്ട് പോകുന്നത്. ഈ സക്കറിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് യഥാർത്ഥത്തിൽ പോൾ സക്കറിയ എന്നാണ്. പോൾ സക്കറിയ, അതിലൊരു പായുണ്ട്. പിന്നെ P വത്സല എന്നാണ്, അല്ലേ? അപ്പൊ ഇത് 3 പിന്നെ ഇവിടം തൊട്ട് ഇങ്ങോട്ട് ഓർത്തിരിക്കാൻ പറ്റും. അത് ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ്? 2018 M മുകുന്ദന് മുൻപ് K സച്ചിദാനന്ദൻ, M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, P വത്സല, പിന്നെ സേതു. കണ്ട, അപ്പോൾ അങ്ങനെ ഒരു പ്രാസത്തിൽ ഞാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും കണക്ട് ചെയ്ത് കിട്ടും. പിന്നെ SK വസന്തനെ നമ്മളിപ്പോൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ, എന്തായാലും നിങ്ങൾ SK വസന്തൻ 2023 ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട എന്തൊക്കെയാണ്? SK വസന്തൻ 2023 നമ്മൾ പഠിക്കണം. പിന്നെ ഓർത്തിരിക്കേണ്ടത് 2018 M മുകുന്ദനാണെന്ന് ഓർത്തിരിക്കുക. M മുകുന്ദന് മുൻപ് K സച്ചിദാനന്ദനും M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദനും. P സച്ചിദാനന്ദൻ അല്ലെ, ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. P സച്ചിദാനന്ദൻ അല്ലെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. P സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, P വത്സല, പിന്നെ സേതു. കണ്ട, അപ്പോൾ ഈ സേതുവിനെ ഓർത്തിരിക്കുന്ന പിന്നെ സേതു എന്ന് പറഞ്ഞിട്ടാ, പിന്നെ സേതുവിനും എന്ന രീതിയിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. M മുകുന്ദന് മുൻപ് K സച്ചിദാനന്ദൻ, M മുകുന്ദന് ശേഷം P സച്ചിദാനന്ദൻ, പോൾ സക്കറിയ, P വത്സല, പിന്നെ സേതുവിന്, ലാസ്റ്റ് SK വസന്തന്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇത് ഓർത്തിരിക്കാൻ പറ്റും. ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കിത് കണക്ഷൻ പെട്ടെന്ന് കിട്ടുമെങ്കിലും നിങ്ങളിത് റിവൈസ് ചെയ്ത് ഇടക്കിടക്ക് മനസ്സിലേക്ക് ഇത് ഓർത്തിരിക്കുന്നില്ലെങ്കിൽ ഇത് പിന്നെയും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരത്തെ കുറിച്ചാണ്. ഇവിടെ ചോദിക്കാൻ വളരെയധികം സാധ്യത 2023 പുരസ്കാര ജേതാവിനെ കുറിച്ചാണ്. PN ഗോപികൃഷ്ണനാണ് 2023 വിജയി. അദ്ദേഹത്തിന്റെ രചന കവിത മാംസഭോജിയാണ് എന്നതാണ്. അതായത് കവിത മാംസഭോജിയാണ് എന്ന രചനയ്ക്കാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു പോയിന്റിനാണ്. ഈ 2021 സാറാ ജോസഫിനെ കുറിച്ച് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കൃതി ബുധിനി, അല്ലെ, ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ ഈ 2023 അത് കഴിഞ്ഞാൽ പിന്നെ ഈ 2021 2022 ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 2023 ചോദിച്ചില്ലെങ്കിൽ പിന്നെ സാധ്യത 2022 ആകാം ചിലപ്പോൾ. അത് അംബികാസുധൻ മങ്ങാടിനായിരുന്നു കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൃതി പ്രാണവായുവാണ്. ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ ഒരു പക്ഷേ പ്രാണവായു എന്ന രചനയുടെ കർത്താവാരെന്നായിരിക്കും ചോദിക്കാൻ, അല്ലെങ്കിൽ രചയിതാവാരെന്നായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓടക്കുഴൽ അവാർഡിൽ നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഈ 3 പേർക്കാണ്. ഈ 3 വർഷത്തെ അവാർഡിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. 2020 അവാർഡ് നിർണയം ഉണ്ടായിട്ടില്ല. 2019 ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. N പ്രഭാകരൻ, അദ്ദേഹത്തിന്റെ കൃതി മായാമനുഷ്യർ എന്നുള്ളതാണ്. അതേപോലെ 2018 EV രാമകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി
മനസ്സിലാക്കി വെക്കുക. ഓടക്കുഴൽ പുരസ്കാരം ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത 2023 PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ രചനയാണ് കവിത മാംസഭോജിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ അംബികാസുധൻ മങ്ങാട് 2022 വിജയിയാണ്. അദ്ദേഹത്തിന്റെ കൃതി പ്രാണവായു. ഇതും അല്ലെങ്കിൽ പിന്നെ 2021 സാറാ ജോസഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ബുധിനി എന്ന കൃതി അല്ലെ, സാറാ ജോസഫ്, ഇതായിരിക്കാം വീണ്ടും ചോദിക്കാൻ സാധ്യത. 2018 2019 നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2018 EV രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ, 2019 N പ്രഭാകരൻ മായാ മനുഷ്യർ. നമുക്ക് അടുത്ത വയലാർ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ വയലാർ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയത് നമുക്കറിയാമല്ലോ, ശ്രീകുമാരൻ തമ്പിക്കാണ്. ഒരു ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ഇത് ഓർത്തിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. അതാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കണക്ട് ചെയ്ത് ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വയലാർ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഇതിനു മുമ്പ് പലതവണ നമ്മുടെ MK സാനു അതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന സമയത്ത് പലതവണ ഇദ്ദേഹത്തിന് കവി എന്ന നിലയിൽ ഈ അവാർഡിന് പരിഗണിച്ചിരുന്നു. പക്ഷേ മറ്റുള്ള ചില ആൾക്കാരുടെ ഇടപെടലുകൾ മൂലം ആ വർഷങ്ങളിൽ അദ്ദേഹത്തിന് കവി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഈ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് ആത്മകഥയാണ്. ആത്മകഥാംശമുള്ള ഒരു രീതിയുള്ള ഒരു കഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. അതായത് വയലാർ പുരസ്കാരം പുള്ളി ആഗ്രഹിച്ചത്, അതായത് ശ്രീകുമാരൻ തമ്പി ആഗ്രഹിച്ചിട്ടുള്ളത് കവി എന്ന നിലയിൽ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ വയലാർ അവാർഡ് കിട്ടിയത് ഈ ജീവിതം ഒരു പെൻഡുലം എന്നുള്ളൊരു ആത്മകഥയ്ക്കാണ് എന്നാണ് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഈ വയലാർ പുരസ്കാരം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത് പത്രം വായിച്ചപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പത്രം വായിക്കുക, TV കാണുക, ഇതൊക്കെ ഇതിൻ്റെ കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടി വരില്ല. അപ്പം ഞാനത് പഠിച്ചില്ല, പക്ഷെ അത് നമ്മൾ അന്ന് കണ്ടതുകൊണ്ട് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റി. അപ്പോൾ 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ പറയും, ഇപ്പം ഒരു പരീക്ഷയ്ക്ക് 2020 നമ്മുടെ പ്രിലിംസ് തുടങ്ങിയതിന് ശേഷം 2021 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു 44ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അങ്ങനെയാണ് ചോദിച്ചത് ആ പുരസ്കാരം. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 44ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? അത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. വർഷം ചോദിച്ചിരുന്ന പലരും പറഞ്ഞാണ്, പക്ഷേ 44 എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓർത്തിരിക്കുക, 44ാമത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ രണ്ടും ഞാൻ കണക്ട് ചെയ്താണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ. 2021 ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷേ അത് 2020 അവാർഡാണ്. 44ാം അവാർഡ് എന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. നിങ്ങൾ ആ പ്രിലിംസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം പഠിച്ചല്ലോ, 2023 പഠിച്ചു, 2020 പഠിച്ചു. 44 ആടുജീവിതം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ ബെന്യാമിനാണ് ആടുജീവിതം എന്നുള്ള നജീബ് എന്ന ക്യാരക്ടറിൽ അദ്ദേഹത്തിൻ്റെ കഥയായിട്ട് രചിച്ചത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കഥയെന്ന രീതിയിൽ, കഥയല്ല ആക്ച്വലി ആ ജീവിതം പകർത്തിയത് ബെന്യാമിനാണ് ആടുജീവിതം എന്ന കൃതിയിലേക്ക് അല്ലേ. അപ്പോൾ ആടുജീവിതം സിനിമയായിട്ടുണ്ട്. അപ്പം ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ്, സിനിമയായിട്ടുണ്ട്. അപ്പോൾ ഈ ബെന്യാമിനാണ് 45ാമത് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇദ്ദേഹത്തെ നിങ്ങൾ ന്യൂസിൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓടി വരണം. 45ാമത് വയലാർ അവാർഡ് നേടിയ വ്യക്തിയാണ് ഈ ബെന്യാമിൻ. അത് കൃതി ആടുജീവിതമല്ല, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ 3 നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലേറ്റസ്റ്റ് 2023 കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക്. അതേപോലെ 44ാമത് അവാർഡ് 2020 അത് ഏഴാച്ചേരി രാമചന്ദ്രന്. അദ്ദേഹത്തിൻ്റെ കൃതി ഞാൻ പറഞ്ഞില്ല, അതാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഇവിടെ വയലാർ അവാർഡിനെ സംബന്ധിച്ച് കൃതി പ്രത്യേകം അറിഞ്ഞിരിക്കണം. കാരണം കൃതി മിക്കവാറും കൃതിയും ചോദിക്കും, കർത്താവും ചോദിക്കും ഇതിൻ്റെ, മനസ്സിലായി. അപ്പോൾ അത് കൃതിയും അറിഞ്ഞിരിക്കണം. ഒരു വെർജീനിയൻ വെയിൽക്കാലം ഏഴാച്ചേരി രാമചന്ദ്രൻ, അത് 44ആണ്. ഇനി 45ാമത് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബെന്യാമിനാണ്, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നുള്ളതാണ്. ഇനി അടുത്ത 2022 കഥ പറഞ്ഞുതരാം. അതായത് ബെന്യാമിൻ അദ്ദേഹം ഒരു ആടുജീവിതം എന്നുള്ളത് കഥ രചിച്ചു, അത് സിനിമയായി അല്ലേ. അപ്പോൾ സിനിമയായി. അതേപോലെ ഈ S ഹരീഷിനും സിനിമയുമായിട്ട് ബന്ധമുണ്ട്. കാരണം ചുരുളി എന്ന് പറയുന്ന സിനിമ, അതേപോലെ നമ്മുടെ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ, ഈ 2 സിനിമയുടെയും തിരക്കഥ രചിച്ചിട്ടുള്ളത് S ഹരീഷാണ്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ നിന്നും ചുരുളി അതേപോലെ ജല്ലിക്കെട്ടിലേക്ക് വന്നു. കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വിട്ടിട്ടുള്ളത്. അത് 2022 46ാമത് വയലാർ അവാർഡാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. മീശ എന്ന കൃതിക്കാണ്
അത് പിന്നെ നമുക്കറിയാമല്ലോ, മീശ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവാർഡ്. അപ്പോൾ നിങ്ങൾ അറിയാതെയാണെങ്കിലും ഈ ഇത്രയും അവാർഡുകൾ നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി പഴയതെന്ന് പറയുന്നത് 2018, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ തൊട്ടേ പഠിക്കുന്നതാണ്. 2019 VJ ജെയിംസിൻ്റെ നിരീശ്വരൻ, അതേപോലെ 2018 KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി, കരപ്പുറത്തിൻ്റെ ഇതിഹാസം. മനസ്സിലായി? അപ്പോൾ ഇത്രയും നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളറിയാതെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങളിനി ചെയ്യേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ കണക്ട് ചെയ്ത് പറഞ്ഞ ഫാക്റ്റുകളൊക്കെ നിങ്ങളിരുന്ന് ആലോചിക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ, അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇങ്ങനെയാണ് വയലാർ അവാർഡിൻ്റെ കഥ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പോൾ അല്ലേ, ഓരോന്നിനും ഓരോ കഥ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ? ഇത് നിങ്ങളിത് പഠിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്, ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതിന് തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ളത് S ഹരീഷിന്, അതായത് 46ാമത് പുരസ്കാരമാണ്. 46ാമത് പുരസ്കാരം S ഹരീഷിന് മീശ എന്ന കൃതിക്കാണ്. അതിന് മുമ്പ് 2021 45ാമത് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ബെന്യാമിനാണ്. അതേപോലെ 44ാം അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഈ 44 ഓർക്കാൻ ഒരു വഴിയുണ്ട്. 44 കണ്ട, ഇവിടെ 4 ഒരേ സെയിം ഡിജിറ്റാണ് അല്ലെ. ഇവിടെ 2ഉം ഇവിടെ 2, 2020 കണ്ട, 2 4 തന്നെയാണ്. അതല്ലാതെ ഡിജിറ്റ് നോക്കിയാൽ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ്, ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ് 44 കണ്ട. ഇപ്പോഴും നിങ്ങൾക്ക് 44ാമത് അവാർഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. 44 കിട്ടിയാൽ പിന്നെ 45 ബെന്യാമിനാണെന്നും 46 S ഹരീഷ് ആണെന്നും നമുക്ക് ഊഹിക്കാൻ പറ്റും. 47 ശ്രീകുമാരൻ തമ്പിയാണെന്ന് അറിയാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി എഴുത്തച്ഛൻ പുരസ്കാരം ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് പഠിച്ചു, അതേപോലെ വയലാർ പുരസ്കാരവും നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്.